നമസ്കാരം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. വോട്ടെടുപ്പ് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ട ചുമതല പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമാണ്. അവരത് ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനുമുണ്ട്. എങ്കിലും വോട്ടെടുപ്പിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. മാത്രമല്ല, വോട്ടിംഗ് യന്ത്രങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം പല സ്ഥലത്തും കൃത്രിമങ്ങൾ നടക്കുന്നതായിട്ട് ആരോപണങ്ങൾ ഉയരാറുണ്ട്. ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നടന്ന മോക്ക് വോട്ടെടുപ്പിൽ തന്നെ അത്തരമൊരു പരാതിയായിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ കൂടുതൽ വോട്ടുകൾ BJPക്കാണ് ലഭിച്ചത് എന്നാണ് പരാതി. ഈ പരാതി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഈ വിഷയം വരികയുണ്ടായി. സുപ്രീം കോടതി ഈ വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കൃത്രിമം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പോളിംഗ് ഉദ്യോഗസ്ഥരോ പ്രിസൈഡിംഗ് ഓഫീസർമാരോ അനാവശ്യമായ ഇടപെടലുകൾ നടത്താൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന സംഘടന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. അവരുടെ ആവശ്യം VVPAT ഡാറ്റയും വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുന്ന വോട്ടുകളും പൂർണ്ണമായും 100% ഒത്തുനോക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഈ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ഇന്നലെ ഹർജിക്കാരുടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ കാസർഗോഡ് സംഭവം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയുമാണ് VVPAT കേസ് പരിഗണിക്കുന്നത്. ഈ കേസ് പരിഗണിക്കുന്നതിനിടെ ഇന്നലെ സുപ്രീം കോടതി വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം കൂടി നടത്തുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഓഫീസർമാരും വളരെ കൃത്യമായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ അനാവശ്യമായ ഇടപെടലുകളൊന്നും നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ എന്ത് സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെയുള്ളത് എന്നൊരു ചോദ്യം ജസ്റ്റിസ് ഖന്ന ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മനീന്ദർ സിംഗ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും അതുപോലെ ജനപ്രാതിനിധ്യ നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് കോടതിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്തത്. തെറ്റായ വിവരങ്ങൾ നൽകുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 177, 182 വകുപ്പുകൾ പ്രകാരം കഴിയുമെന്നായിരുന്നു അഡ്വക്കേറ്റ് സിംഗിന്റെ വിശദീകരണം. എന്നാൽ ഇതിന് കിട്ടാവുന്ന പരമാവധി ശിക്ഷ 2 വർഷം തടവോ അല്ലെങ്കിൽ 1000 രൂപ പിഴയാണെന്ന് ജസ്റ്റിസ് ഖന്ന ചൂണ്ടിക്കാട്ടി. ജനപ്രാതിനിധ്യ നിയമത്തിലെ തന്നെ 136 ക്ലോസ് 2 എന്ന വകുപ്പാണ് അപ്പോൾ അഡ്വക്കേറ്റ് സിംഗ് ചൂണ്ടിക്കാട്ടിയത്. അത് ഈ ബാലറ്റ് പേപ്പർ കേടുവരുത്തുകയോ ബാലറ്റ് പേപ്പർ നശിപ്പിക്കുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് അതിൽ പറഞ്ഞത്. അതിനും കിട്ടാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷം തടവ് ശിക്ഷ അല്ലെങ്കിൽ 1000 രൂപ വരെ പിഴയാണ്. ഈ ശിക്ഷകളൊന്നും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ജനപ്രാതിനിധ്യ നിയമത്തിലും പറയുന്ന ഈ ശിക്ഷകളൊന്നും മതിയായ ശിക്ഷാ നടപടികളല്ല എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് എന്നൊക്കെ പറയുന്നത്. ഇതിൽ കൃത്രിമം കാണിക്കുന്ന പോളിംഗ് ഓഫീസർമാരായാലും പ്രിസൈഡിംഗ് ഓഫീസർമാരായാലും മറ്റ് ഏതെങ്കിലും തലത്തിലുള്ള ഉദ്യോഗസ്ഥരായാലും അവർ കാണിക്കുന്ന അനാവശ്യമായ ഇടപെടലുകൾക്കും കൃത്രിമങ്ങൾക്കും ഈ ശിക്ഷ മതിയാകില്ല. കൂടുതൽ കർക്കശമായ ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തണമെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടതും അല്ലെങ്കിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നത് പാർലമെന്റ് ആയതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. നിയമവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.